Literary criticism, 16th century. John Dryden, 16th 31st. John Dryden, first poet laureate of England, is the most important figure in the 17th century English literary arena. Except an essay of dramatic poesy, Dryden wrote no formal treatise on criticism. Whatever he had to say in his behalf is contained in the prefaces to his own poetical works and those of others. This manner of critical writing, learned from the French, notably Montaigne and Corneille, gave him liberty to discuss more than one subject at a time, and it afforded opportunities for personal explanations and necessitated by the attacks on his work. ഡ്രൈഡൻ ആണ്, അതായത് ജോൺ ഡ്രൈഡൻ ആണ് ഇംഗ്ലണ്ടിലെ ആദ്യത്തെ ആസ്ഥാന കവി എന്ന് പറയപ്പെടുന്നത്. ലോറൻ്റെ, പോയറ്റ് ലോറൻ്റെ മീൻസ് ആസ്ഥാന കവി. നമ്മളത് ഫസ്റ്റ് സെമസ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വാക്ക്, പോയറ്റ് ലോറൻ്റെ. ഡ്രൈഡൻ ഈസ് ദ ഫസ്റ്റ് പോയറ്റ് ലോറൻ്റെ ഓഫ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ ആദ്യത്തെ ആസ്ഥാന കവി ആയിരുന്നു ജോൺ ഡ്രൈഡൻ എന്ന് പറയുന്നത്. 17th സെഞ്ച്വറിയിലെ തന്നെ ഏറ്റവും നോട്ടബിൾ ആയിട്ടുള്ള, വളരെ മഹാനായിട്ടുള്ള ഒരു എഴുത്തുകാരനായിരുന്നു അദ്ദേഹം. ക്രിറ്റിസിസത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുസ്തകം എന്ന് പറയുന്നത് എൻ എസ്സേ ഓൺ ഡ്രമാറ്റിക് പോയസി എന്ന് പറയുന്ന പുസ്തകമാണ്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രിഫേസിലും ആമുഖത്തിലും മറ്റ് കൃതികളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത്തരം ക്രിറ്റിസിസം അദ്ദേഹം പഠിച്ചത് ഫ്രഞ്ച് ക്രിട്ടിക്കായിട്ടുള്ള മിഷേൽ മൊണ്ടെയ്ൻ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും അതുപോലെ തന്നെ പിയറെ കോർണിയൽ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നുമാണെന്നാണ് പറയുന്നത്. ഒന്നിൽ കൂടുതൽ വിഷയങ്ങളെപ്പറ്റി ഒരേ സമയം സംവദിക്കാനുള്ള, ഡിസ്കസ് ചെയ്യാനൊക്കെയുള്ള സ്വാതന്ത്ര്യം, ഫ്രീഡം അവരിൽ നിന്നാണ് അദ്ദേഹത്തിന് കിട്ടിയത് എന്നാണ് പറയുന്നത്. അതായത് ഒരേ സമയം ഒന്നിൽ കൂടുതൽ വിഷയങ്ങളൊക്കെ ആയിട്ട് ചർച്ച ചെയ്യാനും ഡിസ്കസ് ചെയ്യാനൊക്കെയുള്ള ആ ഒരു ഫ്രീഡം അല്ലെങ്കിൽ സ്വാതന്ത്ര്യമൊക്കെ അവർക്ക് നമ്മളുടെ ജോൺ ഡ്രൈഡന് കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മളുടെ മിഷേൽ മൊണ്ടെയ്നിൽ നിന്നും അതുപോലെ തന്നെ പിയറെ കോർണിയലിൽ നിന്നുമാണ് അവർക്ക് നമ്മളുടെ ജോൺ ഡ്രൈഡന് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വർക്ക്സിന് എതിരായിട്ടുള്ള ക്രിറ്റിസിസങ്ങൾക്ക് തക്കതായിട്ടുള്ള മറുപടി കൊടുക്കാനും അദ്ദേഹത്തിന് ആ ഒരു ധൈര്യം സഹായകരമായി എന്ന് പറയുന്നുണ്ട്. But this has also made his criticism unsystematic, sometimes inconsistent and repetitive. Even though scattered, Dryden's criticism gives us a clear picture of what he thought of the nature and function of poetry, of the forms and the business of criticism. His method combines the merits of both the native tradition and the classical. And since he was a poet too, there is an ever correspondence between what he says and what he does. അങ്ങനെ അദ്ദേഹത്തിന് ഒരേ സമയം ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള, ഒന്നിലധികം വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാനുള്ള ഫ്രീഡം കിട്ടിയെങ്കിലും, അതിനുള്ള ധൈര്യം കിട്ടിയെങ്കിലും പലപ്പോഴും അദ്ദേഹത്തിന് അതിൻ്റേതായിട്ടുള്ള കുറവുകൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ക്രിറ്റിസിസത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ക്രിറ്റിസിസത്തെ, നിരൂപണത്തെ അൺഓർഗനൈസ്ഡ് അല്ലാത്ത രീതിയിലാക്കി മാറ്റുക ചെയ്യുന്നത്. അതുപോലെ തന്നെ പലപ്പോഴും റിപ്പറ്റേറ്റീവായിട്ടുള്ള, ആവർത്തന വിസൃതയുള്ളതാക്കിയും മാറ്റി എന്നാണ് പറയുന്നത്. പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ ഷാറ്റേർഡ് ആയിട്ടുള്ള, ചിതറിക്കിടക്കുകയാണെങ്കിലും കവിതയുടെ നേച്ചർ, ഇൻറ്റൻഷൻ, അതുപോലെ തന്നെ അതിൻ്റെ വിവിധ രൂപങ്ങളും ക്രിറ്റിസിസത്തിൻ്റെ എയിം, ലക്ഷ്യങ്ങളൊക്കെ, അതൊക്കെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തകളൊക്കെ തന്നെ കൃത്യമായിട്ട് നമുക്കിത് കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ വർക്കുകളിൽ എന്നാണ് പറയുന്നത്. അദ്ദേഹം ക്രിറ്റിസിസത്തിൻ്റെ ക്ലാസിക്കൽ രീതികളും അതുപോലെ തന്നെ നാടൻ രീതികളും ഒക്കെ ഈക്വലായിട്ട് സമന്വയിപ്പിച്ചിട്ട് അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. സ്വയം കവിയായിരുന്നത് കൊണ്ട് അദ്ദേഹം പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ നല്ല ബന്ധം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളും തമ്മിൽ നല്ല ഒരു കണക്ഷൻ തന്നെ ഉണ്ടായിരുന്നു, നല്ലൊരു സിങ്ക് ഉണ്ടായിരുന്നു എന്ന് പറയാണ്. ഡോക്ടർ ജോൺസൺ കൺസിഡേർഡ് ഡ്രൈഡൻ ആസ് ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ക്രിറ്റിസിസം. ഡോക്ടർ ജോൺസൺ
ക്രിറ്റിസിസത്തിൻ്റെ ഫാദറായിട്ട് കണക്കാക്കുന്നത് ജോൺ ഡ്രൈഡനെയാണ്. ആസ് ദ റൈറ്റർ who first taught us to determine upon principles the merit of composition before him. As we have seen, there were but occasional utterances on the critical art, as those the Sidney and Ben Jonson, and but the little critic learning, in spite of the shattered nature of his criticism, no literary problem that confronted his age escaped his attention. The nature and function of poetry, tragedy, comedy, epic, satire, and other kinds, the questions of tragic comedy, the unities, rhyme and black verse, the other harmony of prose, there is hardly any error left untouched by him. പിന്നീട് ഡോക്ടർ ജോൺസൺ, സാമുവൽ ജോൺസൺ ഡ്രൈഡനെ ഇംഗ്ലീഷ് ക്രിറ്റിസിസത്തിൻ്റെ ഫാദർ എന്ന് വിളിക്കുക ചെയ്യുന്നത്. അതാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു വർക്ക് നന്നായിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് എന്നതിനെ പറ്റിയൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു ധാരണ തന്നെ ആദ്യത്തെ എഴുത്തുകാരനായിട്ടുള്ള ഡ്രൈഡൻ ഉണ്ടായിരുന്നു. ഡ്രൈഡൻ അങ്ങനെ ഒരു അതായത് ഒരു വർക്ക് നന്നായിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് എന്നതിനെ പറ്റിയുള്ള ശരിയായ ഒരു ധാരണ തന്നിട്ടുണ്ടായിരുന്ന ആദ്യത്തെ റൈറ്റർ കൂടിയായിരുന്നു ജോൺ ഡ്രൈഡൻ എന്ന് പറയുന്നത്. ഡ്രൈഡന് മുമ്പ് ഫിലിപ്പ് സിഡ്നിയും ബെൻ ജോൺസണും അങ്ങനെയുള്ള മറ്റു 1-2 പേരും ക്രിറ്റിസിസത്തെ പറ്റി ചില അഭിപ്രായങ്ങൾ അവിടെ ഇവിടെയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കൂടി തൻ്റെ കാലത്ത് ഉയർന്നു വന്നിട്ടുള്ള എല്ലാ സാഹിത്യ പ്രശ്നങ്ങളെയും, എല്ലാ ക്രിറ്റിസിസം റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെയും ഡ്രൈഡൻ തൻ്റേതായിട്ടുള്ള രീതിയിൽ നോക്കിക്കണ്ടിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ലിറ്ററേച്ചർ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെപ്പറ്റിയും അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ കവിതയുടെ ഒരു നേച്ചറും അതുപോലെ ഇൻറ്റൻഷനും, ട്രാജഡി, കോമഡി, എപ്പിക്, സെറ്റയർ, ട്രാജിക് കോമഡി അവയെക്കുറിച്ചൊക്കെ തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ 3 യൂണിറ്റീസിനെ കുറിച്ചും അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റൈമിനെ കുറിച്ച്, ബ്ലാങ്ക് വേഴ്സിനെ കുറിച്ച് എല്ലാം അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. ലിറ്ററേച്ചർ വേൾഡിൽ, സാഹിത്യ ലോകത്തിൽ അദ്ദേഹം സ്പർശിക്കാത്ത ഒന്നും തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. കാരണം എല്ലാ മേഖലയെക്കുറിച്ചും അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ആ ഒരു ഗോഡ് സ്പ്ലെൻഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ആ ഒരു ധാരാളിത്തം എന്നൊക്കെ വേണമെങ്കിൽ മലയാളത്തിൽ പറയും. അതായത് ദൈവം കനിഞ്ഞ് നൽകിയിട്ടുള്ള ഒരു കഴിവാണ് അദ്ദേഹത്തിന് എന്നാണ് അവിടെ മെൻഷൻ ചെയ്യുന്നത്. ആൻഡ് ഹീ ഈസ് റിഗാർഡഡ് ആസ് എ ലിബറൽ ക്ലാസിക് who would adjust the rules of the ancients of the genius of the age. അദ്ദേഹത്തെ ഒരു ലിബറൽ ക്ലാസിസ്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. പഴയ ആ ഒരു ആൻസ്ട്രൽ ആയിട്ടുള്ള ക്ലാസിക്കുകളിലെ ആളുകൾ തൻ്റെ കാലഘട്ടത്തിലെ ആവശ്യങ്ങളിലേക്ക് അദ്ദേഹം ഒരു ഓർഗനൈസ് ചെയ്ത് ചിട്ടപ്പെടുത്തി കൊണ്ടുവരികയായിരുന്നു എന്നാണ് പറയുന്നത്. Then last paragraph, Dryden was the first critic to make use of the historical method of criticism, and he believed that every literary work bears the stamp of the age in which it is produced. A literary work can be the best evaluated by placing it in the socio-historical background in which it is produced. Many plays of Shakespeare's or Spenser's Faerie Queene, or Ben Jonson's comedies of humors, or Bacon's essay cannot be correctly evaluated without placing them in the background of the Elizabethan age. Geoffrey Chaucer's prologue to the Canterbury Tales, or Langland's The Vision of the Piers of Ploughmen, cannot be rightly appreciated without placing them into the socio-historical background of the medieval England. George Watson, in his work Literary Critics, observes that Dryden was the first to offer descriptive criticism as an against the legislative criticism and theoretical criticism of his procedures. This means that, unlike them, he did not prove the rules of theories but analyzed this text and offered the grounds for the appreciation. He was also the first comparative critic who compared Shakespeare and Ben Jonson, Chaucer and Ovid, Elizabethan and Restoration drama, rhyme and blank verse, and so on so forth. ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ക്രിറ്റിസിസം ആദ്യമായിട്ട് നടത്തിയത് അദ്ദേഹമാണ്, ജോൺ ഡ്രൈഡനാണ്. ജോൺ ഡ്രൈഡൻ്റെ ആ ഒരു വിശ്വാസം അനുസരിച്ചിട്ട്
ഓരോ വർക്കും അത് എഴുതപ്പെട്ട കാലത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഷേക്സ്പിയറിൻ്റെ നാടകങ്ങൾ, അതുപോലെ തന്നെ സ്പെൻസറിൻ്റെ ഫെയറി ക്വീന്, ബെൻ ജോൺസൻ്റെ കോമഡീസ് ഓഫ് ഹ്യൂമേഴ്സ്, ഫ്രാൻസിസ് ബേക്കണിൻ്റെ എസ്സേസ്, അതൊക്കെ തന്നെ ആ ഒരു എലിസബത്തൻ കാലഘട്ടത്തിലെ വർക്കുകളായിട്ട് തന്നെ വേണം നമ്മൾ വിലയിരുത്താൻ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ജെഫ്രി ചോസറിൻ്റെ പ്രോലോഗ് ടു ദ കാൻറ്റംബററി ടേൽസ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായി എത്രയോ തവണ ക്ലാസ്സിലെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് കാൻറ്റംബററി ടേൽസ് എന്ന് പറയുന്നത്. ചോസറിൻ്റെ കാൻറ്റംബററി ടേൽസ്, അല്ലെങ്കിൽ വില്യം ലാംഗ്ലാൻഡിൻ്റെ പിയേഴ്സ് പ്ലൗമാൻ, അതൊക്കെ തന്നെ ശരിയായിട്ട് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു മെഡീവിയൽ ഇംഗ്ലണ്ടിലെ ആ ഒരു സോഷ്യോ ഹിസ്റ്റോറിക്കൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നിട്ട് വേണം ആ ഒരു പുസ്തകങ്ങളൊക്കെ വായിക്കാൻ. ജോർജ് വാട്സൺ ഒരു പ്രധാനപ്പെട്ട ഒരു ലിറ്റററി ക്രിട്ടിക്കാണ്. അദ്ദേഹം പറയുന്നത് ഡ്രൈഡൻ ആണ് ആദ്യമായിട്ട് ഡിസ്ക്രിപ്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറയുന്ന ആ ഒരു ബ്രാഞ്ച് തുടങ്ങി വെച്ചത് എന്നാണ്. അതിനു മുമ്പ് ലെജിസ്ലേറ്റീവ് ക്രിറ്റിസിസം, തിയററ്റിക്കൽ ക്രിറ്റിസിസം ഉണ്ടായിരുന്നു. അതിനർത്ഥം തൻ്റെ മുൻഗാമികളെ പോലെ തന്നെ നിയമവും അതുപോലെ തന്നെ സിദ്ധാന്തങ്ങളും വർക്കുകളും ഒക്കെ തന്നെ വിലയിരുത്താൻ എന്തുകൊണ്ട് താൻ അങ്ങനെ വിലയിരുത്തുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ വർക്കിലൂടെ പറയാറുണ്ടായിരുന്നു. ആൻഡ് ജോൺ ഡ്രൈഡൻ, ഹി വാസ് ദ ഫസ്റ്റ് കമ്പാരേറ്റീവ് ക്രിട്ടിക്. അദ്ദേഹം തന്നെയായിരുന്നു ആദ്യത്തെ താരതമ്യം ചെയ്തിട്ടുണ്ടായിരുന്ന ക്രിട്ടിക്ക്. പല കാര്യങ്ങളെയും കമ്പാരേറ്റീവ് ചെയ്തിട്ടുള്ള ഒരു ക്രിട്ടിക്കും ജോൺ ഡ്രൈഡൻ തന്നെയായിരുന്നു. അദ്ദേഹം ഷേക്സ്പിയറിനെ ബെൻ ജോൺസൺ ആയിട്ടും ചോസറിനെ ഒരു ഒവിഡായിട്ടും എലിസബത്തൻ ഡ്രാമയെ റെസ്റ്റോറേഷൻ ഡ്രാമയൊക്കെ ആയിട്ട് അദ്ദേഹം കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹി വാസ് ദ ഫസ്റ്റ് who introduced the first comparative critique.